ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നല്ലോ. ഇന്ന് അതിൻ്റെ 6ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അവിടെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നു. അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം അതിൻ്റെ 6ാമത്തെ വാക്യത്തിൽ, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അത്രയധികം പ്രാധാന്യം, അതായത് ലോകത്തുള്ളതിൽ എന്തിനേക്കാട്ടിലും പ്രാധാന്യം യേശുക്രിസ്തുവിന്റെ നാമത്തിന് അപ്പോസ്തലന്മാർ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവർക്കുണ്ടായിരുന്ന എന്തായിരുന്നു? യേശുക്രിസ്തുവായിരുന്നു. അവർ ഈ ഭൂമിയിൽ നേടിയെടുത്തതൊന്നുമല്ല, അല്ലെങ്കിൽ കുറച്ച് പണമായിരുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് സമ്പാദ്യമായിരുന്നില്ല, അല്ലെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്ന കുറേ സ്ഥലങ്ങളായിരുന്നില്ല, ഒന്നുമായിരുന്നില്ല. അവർക്കുള്ളത് എന്തായിരുന്നു എന്ന് അവർ പറഞ്ഞു. യേശുക്രിസ്തുവാണ് അവർക്കുള്ളതെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവരല്ലേ ആദ്യം യേശുക്രിസ്തുവിന്റെ നാമക്കാർ അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ യേശുക്രിസ്തുവിന്റെ നാമം എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഇന്ന് ലജ്ജയാണത്, ലജ്ജ ധരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ നാമം എന്ന് പറയുമ്പോൾ നാണം വരുന്നു. അതായത് ഇത് എന്താണ്, തെറ്റാണെന്നൊരു ചിന്ത. യേശുക്രിസ്തുവിന്റെ നാമം എന്ന് പറയുമ്പോൾ തെറ്റായ നാമമാണ്, അല്ലെങ്കിൽ ഈ നാമം ഇതിലൊരു എന്താ പറയുക, ഒരു സാധ്യതയുമില്ല. എല്ലാവരും എന്ത് ചെയ്യുന്നു? ഒരു ലജ്ജാപൂർവമാണ് ഇതിനെ കാണുന്നത്. അപ്പോ അപ്പോസ്തലന്മാർ ഒരിക്കലും ഈ നാമത്തെ അങ്ങനെ കണ്ടില്ല. കാരണം ഈ നാമത്തെ പറ്റി അവർക്ക് പറയുവാനുള്ളത് ഇതെന്താണ്? ഞങ്ങൾക്കുള്ളതാണ്, അത് ഞങ്ങൾക്കുള്ളത് തന്നെയാണ്. ഞങ്ങൾക്കുള്ളത് യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊന്നും ഞങ്ങൾക്കില്ല. കാരണം വെള്ളിയോ പൊന്നോ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കുള്ളത് എന്താണ്? യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്, വേറൊന്നും ഞങ്ങൾക്കില്ല. അവിടെ പിതാവിന്റെ നാമമൊന്നും പറഞ്ഞില്ല, പുത്രന്റെ നാമമൊന്നും പറഞ്ഞില്ല, പരിശുദ്ധാത്മാവിന്റെ നാമമൊന്നും പറഞ്ഞില്ല, യേശുക്രിസ്തുവിന്റെ നാമം. അപ്പൊ ഏക നാമത്തിന് വേണ്ടിയായിരുന്നു അവർ വാദിച്ചിരുന്നത്, അവർ പ്രവർത്തിച്ചിരുന്നത്. ആ നാമത്തിന് വേണ്ടിയാണ് അവർ ഓടിയതും അധ്വാനിച്ചതും. അതുപോലെ തന്നെ എന്താണ്, ആ നാമത്തിന് വേണ്ടിയാണ് അവർ മരിച്ചതും എന്നുള്ളതാണ് അവരെ കുറിച്ച് നമുക്ക് പറയുവാനുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. 7ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, അവനെ വലം കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു, ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു, തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അപ്പൊ എന്താണ്? അവൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവൻ വിശ്വസിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചു. അതായത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ആളായിരുന്നു ആ വ്യക്തി. ആ വ്യക്തിക്ക് സൗഖ്യം കിട്ടി. ആരുടെ നാമത്തിൽ? യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണോ സൗഖ്യം കിട്ടിയത്? അല്ല, യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സൗഖ്യം ലഭിച്ചത്. വളരെ വ്യക്തമായിട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പം ഇതെല്ലാം നടക്കുമ്പോൾ തന്നെയും ഇതെല്ലാം ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ള കാര്യം അതിൻ്റെ 9ാമത്തെ വാക്യത്തിൽ അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും എന്ത് ചെയ്യുന്നു? കണ്ടു എന്നും ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ പിശ യാചിച്ചുകൊണ്ടിരുന്നവനെന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. അതിന്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കാൻ, പത്രോസിനോട് യോഹന്നാനും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റെ എന്ന പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ട് പത്രോസ് ജനങ്ങളോട് പറഞ്ഞു, ഇസ്രായേൽ പുരുഷന്മാരെ, ഇതെങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നത് എന്ത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അബ്രഹാമിന്റെ, ഇസാഖിന്റെ, യാക്കോബിന്റെ ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയക്കുവാൻ വിധിച്ച പീലാത്തോസിന് മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു,
കൊലപാതകനായവനെ വിട്ടു തരണമെന്ന് ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ യേശുക്രിസ്തു ആരാണ്? ജീവന്റെ നായകനാണ്, അല്ലെങ്കിൽ ജീവനായകനാണ് എന്ന് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പാപമറിയാത്ത കുഞ്ഞാട്, അല്ലെ? പാപം അറിയാത്ത മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ദൈവം ഒരു മന്ദിരത്തിൽ ഇരുന്നു കൊണ്ട്, അതായത് മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ പ്രവൃത്തികൾ ചെയ്തു എന്നുള്ളതാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതെന്നുള്ളതാണ്. കാരണം ദൈവം, അത് യേശുക്രിസ്തു എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പിതാവ് എന്നിൽ ഇരുന്നു കൊണ്ട് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിന് ഒരു മന്ദിരം വേണമായിരുന്നു. ആ മന്ദിരമായി യേശുക്രിസ്തു അവിടെ വർത്തിച്ചു എന്നുള്ളതാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. കാരണം പിതാവ് എന്നിൽ ഇരുന്നു കൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഒരു ശരീരമെടുത്ത് ഭൂമിയിലേക്ക് വന്നു, ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങളെ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിക്കുവാൻ കാരണമായി ചെലുത്തിയിരുന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവന് നിങ്ങളെല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. അവിടെ നാമം എന്ന് ഉച്ചരിച്ചിരിക്കുന്നു. യഹോവ എന്ന നാമമല്ല, അല്ലെ? ഇപ്പോൾ പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് ഒരു പിതാവുണ്ട്, അതാണ് യഹോവയായ ദൈവം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇവൻ ബലം പ്രാപിക്കുവാൻ കാരണമായി തീർന്നു. അപ്പം നാമം എന്നവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതാണ് നാമം? യേശുക്രിസ്തുവിന്റെ നാമത്തെ കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഈ ആരോഗ്യവാനാകുവാൻ ഹേതുവായി തീർന്ന ഏത് നാമമാണ്? യേശുക്രിസ്തുവിന്റെ നാമമാണ് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 17-ാമത്തെ വാക്യത്തിലേക്ക്, സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. 18-ാമത്തെ വാക്യത്തിൽ ദൈവം തന്റെ ക്രിസ്തു കഷ്ടമനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാർ മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. അവിടെ ശ്രദ്ധിക്കണം, 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവമോ തന്റെ ക്രിസ്തു ദൈവത്തിന്റെ അഭിഷക്തൻ, അല്ലെങ്കിൽ ദൈവം അഭിഷക്തനായി തീർന്നു. ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അഭിഷക്തൻ, അല്ലെ? പാപങ്ങൾ വിമോചിക്കുവാനായി വന്ന അഭിഷക്തൻ എന്നാണ് യേശുക്രിസ്തു എന്ന നാമത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതേ കാര്യം തന്നെ ഇവിടെ പറയുന്നു. സകല പ്രവാചകന്മാർ മുഖാന്തരം അറിയിച്ചു, അല്ലെ? സകല പ്രവാചകന്മാർ മുഖാന്തരം. യെശയ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 9:6 യെശയ്യാവിന്റെ പുസ്തകം 9:6 നമ്മൾ വായിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേര് വിളിക്കപ്പെടും. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തെ കുറിച്ച് നമ്മുടെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ദൈവം മനുഷ്യനാകുന്നതിനെ കുറിച്ച് അവിടെ യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് എഴുതിയിരിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രിയാണ്. ശ്രദ്ധിക്കണം, വീരനായ ദൈവമാണ്. നമുക്കൊരു ദൈവമേ ഉള്ളൂ. അപ്പോസ്തലൻ തന്നെയാണ് ഒരു നമുക്ക് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ഇവിടെ പറയുന്നു, ഇവിടെ എന്താണ്? വീരനായ ഒരു ദൈവമാണ്, അതുപോലെ തന്നെ നിത്യപിതാവാണ്. പലരും പറയും നിത്യതയുടെ പിതാവാണെന്ന്. നിത്യപിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കും നിലനിൽക്കുന്ന പിതാവ്, ഒരിക്കലും മാറ്റമില്ലാത്ത പിതാവായി അവൻ അരുളി ചെയ്യുന്ന, അതായത് അവൻ ആദ്യം മുതലേ പിതാവായിരുന്നവൻ ഇപ്പോൾ ഭൂമിയിലും മനുഷ്യനായി, മനുഷ്യപുത്രനായി ഈ ഭൂമിയിൽ നടന്നപ്പോഴും അവൻ ആരായിരുന്നു? സാക്ഷാൽ ദൈവമായവൻ ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായി. നിത്യപിതാവ് എന്ന് പറയുമ്പോൾ 2 പിതാവുണ്ടോ? 2 പിതാവില്ല എന്നുള്ള കാര്യവും നമ്മൾ എന്ത് ചെയ്ത് മറന്നു പോകരുത്. വളരെ വ്യക്തമായിട്ട് വചനങ്ങൾ നമ്മോട് സംസാരിക്കുന്നു എന്നുള്ളതാണ്.
എന്താണ് 21-ാമത്തെ വാക്യത്തിലേക്കാണ്, ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചെയ്തൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ എന്ത് ചെയ്യുന്നു? കൈക്കൊള്ളേണ്ടതാകുന്നു. 22-ാമത്തെ വാക്യത്തിലേക്കാണ്, ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കും സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടുമെന്ന് മോശ പറഞ്ഞുവല്ലോ എന്ന് രേഖപ്പെടുത്തുക. അത്രയുമല്ല, ശമൂവേൽ ആദിയായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെ എന്ത് ചെയ്തു? ഈ കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചു. ദൈവം മനുഷ്യനാകുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്, അല്ലെ? വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലന്മാർ അതിനെക്കുറിച്ച് പറയുന്ന കാഴ്ചയാണ്. അപ്പോൾ 25-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾ ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തരും അവന് വേണ്ടി അകൃത്യങ്ങളിൽ നിന്നും തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വരുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്ന കാഴ്ചയാണ്. അല്ലാതെ തൃത്വം പറയുന്നത് പോലെ അയച്ച ഒരു ദൈവമുണ്ട്, വന്ന ഒരു ദൈവമുണ്ട് എന്നൊക്കെ പറയുന്ന ചില പഠിപ്പീരുകളുണ്ട്. വളരെ തെറ്റായ കാര്യമാണ്. ദൈവം ജഡത്തിൽ വെളിപ്പെടുകയായിരുന്നു എന്ന് വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സാദുക്യരും അവരുടെ നേരെ വന്ന് അവർ ജനത്തെ ഉപദേശിക്കുകയാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയുകയാലും നീരസപ്പെട്ടു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരെ പിടിച്ചു വൈകുന്നേരം ആകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലിലാക്കി. എന്നാൽ വചനം കേട്ട് ഒരു പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരൂശലേമിൽ നിന്ന് ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കേഫാവും യോഹന്നാനും അലക്സാന്ദ്രിയയിലും മഹാപുരോഹിത വംശമുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇവർ അവരെ നടുവിൽ നിർത്തി ഏത് ശക്തി കൊണ്ടോ ഏതോ നാമത്തിലാണോ നിങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഏത് നാമത്തിലാണ്? ഒരു നാമം എന്താണ് ഇവർക്കുണ്ട്. ആ നാമത്തിലാണ് ഇവരുടെ ശുശ്രൂഷകള് ചെയ്യുന്നതെന്നാണ്. അതേത് നാമമാണെന്നറിയണം എന്നുള്ള ഇവരുടെ ആകാംക്ഷ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഒക്കെ ചോദ്യം ഇതാണ്. 7-ാമത്തെ വാക്യം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നാമത്തിന് വളരെയധികം പ്രാധാന്യം അവിടെ കൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ നാമം, അതായത് മോശയെ കാണുമ്പോൾ ദൈവം ആദ്യം പറയുന്നത് എന്താണ്? ഞാനാകുന്നു എന്നുള്ള ആ ഒരു ഇതിലാണ് ദൈവം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് മോശയുടെ മുമ്പിൽ. അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.